ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അങ്ങനെ നമ്മുടെ വീടിൻ്റെ 2 ബാത്റൂമിൻ്റെ വാള് ടൈൽ അപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നിലവിൽ നമ്മൾ കജാരിയുടെ 2-4 ടൈലാണ് വാളിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. അത് 2 ഡിസൈനായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഒന്ന് ഇങ്ങനെ വെർട്ടിക്കലി കുത്തി നിർത്തിയിട്ടുള്ള ഒരു ഡിസൈനും ഒന്ന് ഹൊറിസോണ്ടലി നമ്മളിങ്ങനെ കിടത്തി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഒരു ഡിസൈനിലാണ് നമ്മൾ ബാത്റൂംസിൽ ചെയ്തിട്ടുള്ളത്. അതായത് വെറ്റ് ഏരിയയിലാണ് നമ്മൾ കുത്തി നിർത്തിയിട്ടുള്ളത്, ഡ്രൈ ഏരിയയിലാണ് നമ്മൾ ഹൊറിസോണ്ടലി കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ കോർണേഴ്സിൽ 304 SS സ്റ്റീലിലുള്ള ബീഡിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ SS ആയ കാരണം 304 ആയ കാരണം അത് തുരുമ്പിക്കാനുള്ള ചാൻസ് കുറവാണ്. അതൊരു പ്രത്യേക ഒരു ഭംഗി കൊടുക്കുകയും ചെയ്യും. പിന്നെ ഇതിൻ്റെ ഒരു ഗോൾഡ് ഡിസൈൻ വരുന്നുണ്ട്, പക്ഷെ അത് ചിലപ്പോൾ അതിൻ്റെ കളർ പോകാൻ സാധ്യത ഉണ്ട്. അതേപോലെ ഈ ഒരു ഡോറിൻ്റെ കോർണേഴ്സിലും നമ്മൾ അതൊരു ഡിസൈൻ പാറ്റേൺ കൊണ്ടുവന്നിട്ടുണ്ട്. ഫ്ലോറ് പിന്നെ നമ്മൾ പിന്നെയാണ് ചെയ്യുള്ളൂ, കാരണം ആദ്യം വാൾ ഇട്ടാലുള്ളൂ ആ ഫ്ലോറിൻ്റെ ഒരു സ്ലോപ്പ് നമുക്ക് കിട്ടുള്ളൂ. അത് കാരണം ഫ്ലോർ പിന്നെയാണ് നമ്മൾ ചെയ്യുള്ളൂ. പിന്നെ അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ടൈൽ അപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ അത് ഒരേ ലെവലിലായിരിക്കണം, കയറിയും ഇറങ്ങിയും. അതായത് അൻഡുലേഷനോട് നമ്മൾ ഒരിക്കലും അപ്ലിക്കേഷൻ ചെയ്യരുത്. അപ്പോൾ നമുക്ക് അതെങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നമ്മൾ ഈ വെഡ്ജസ് ലെവൽ ചെയ്യാനുള്ള വെഡ്ജസ് ആയിട്ട് നമ്മൾ ജസ്റ്റ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ടച്ച് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഫീൽ അറിയും. ഇതൊക്കെ ഒരേ ലെവലിലാണ് അവർ ചെയ്തിട്ടുള്ളത്, വാട്ടർ ലെവലിലാണ്. അത് കാരണം എവിടെയും ഒരു ഇഷ്യൂസും കാണിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ടൈൽ അപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യണം. ഒരേ ലെവൽ അല്ലെങ്കിൽ അവർക്ക് വീണ്ടും ലോക്ക് ഉപയോഗിച്ചിട്ട് ടൈറ്റ് ചെയ്തിട്ട് അത് ഒരേ പൊസിഷനിൽ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ മെയിനായിട്ട് ടൈൽ അപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് അത് ഒരേ ലെവലിലായിരിക്കണം എന്നുള്ളത്. അതേപോലെ നമ്മളെ അഡസീവ് പശ അത് എല്ലാ ഭാഗത്തും എത്തണം. അത് നമുക്ക് ഈ സൈഡ് നോക്കിയാൽ തന്നെ അറിയാം. എവിടെയെങ്കിലും ഹോളുകൾ കാണുന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ ഇവിടെ എല്ലാം അത് കറക്റ്റ് ആയിട്ട് തന്നെ 2 സൈഡിലും. അതേപോലെ മോൾ പോർഷനും, കാരണം മോൾ പോർഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് പ്രോപ്പറായിട്ട് ക്ലോസ് ആയിരിക്കണം ടൈൽ അഡസീവ് കൊണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ കുട്ടികളെല്ലാം കുളിക്കുമ്പോൾ വെള്ളം മുകളിലോട്ട് ഇങ്ങനെ ഇടക്കച്ച് തെറിപ്പിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരിക്കും, ഈവൻ വലിയവർക്കും. അപ്പൊ അത് മുകളിലൂടെ ടൈലിന്റെ ഗ്യാപ്പ് കൂടെ ഇറങ്ങി വന്ന് ടൈലിന്റെ അപ്പുറത്തുള്ള ചുമരിനെ അത് ബാധിക്കാനും നമ്മുടെ പുട്ടി പെയിന്റ് ഒക്കെ പീൽ ഓഫ് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ട്. അപ്പൊ എപ്പോഴും മുകളിൽ ഫുള്ളി പാക്ക് ചെയ്തിട്ട് നമ്മൾ ഉറപ്പാക്കണം. ഇനി അഥവാ അവർ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോക്സി ഇടുന്ന സമയത്ത് നിർബന്ധമായിട്ടും ആ മുകളിൽ പാക്ക് ചെയ്തിരിക്കണം. പിന്നെ സ്പേസിംഗ് ആണ്. 3 mm സ്പേസർ ഉപയോഗിച്ചിട്ട് നമ്മൾ സ്പേസ് കൊടുക്കുന്നത്. അത് ഒരേ പാറ്റേണിൽ കൊടുക്കുമ്പോൾ ബ്ലാക്ക് എപ്പോക്സിയും കൂടി കൊടുത്തു കഴിഞ്ഞാൽ വാട്ടർ റെസിസ്റ്റന്റ് ആയിട്ടും വരയ്ക്കും, എക്സ്പാൻഷൻ ഓയിൽ ആയിട്ടും വരയ്ക്കും. അറ്റ് എ ടൈമിൽ തന്നെ അത് ഒരു പ്രത്യേക ഭംഗി നമ്മൾ ബാത്റൂമിൽ കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ബാത്റൂമിൽ ടൈൽ അപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും സ്പേസറും ലോക്കും വെഡ്ജസ് ഒക്കെ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോയിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. അപ്പോൾ നമ്മളെ ബാത്റൂമത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. ഇനി ഫ്ലോർ ഇട്ടതിന് ശേഷം അതിൻ്റെ സ്ലോപ്പ് ടെസ്റ്റ് എല്ലാം ചെയ്യുന്ന മറ്റൊരു വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ നിലവിൽ നമ്മളെ വാളിൻ്റെ ടൈൽ അപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടുള്ളത്. എപ്പോക്സി അതിൽ ബാക്കിയാണ്. അതിൻ്റെയും ഒരു വീഡിയോ ഞാൻ പിന്നെ വരുന്നുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ഇൻഫർമേഷൻ എല്ലാം നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ ഞാൻ എൻ്റെ ബാത്റൂമിൽ വിട്ടുപോയ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അത് മെൻഷൻ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നന്ദി.